അമ്പലപ്പുഴ വഴി പോകുമ്പോൾ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ദിനേശൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പോഴത്തേക്ക് ഞാൻ വേറെ സിനിമകളിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. പുള്ളിയോടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് സിനിമ ആഗ്രഹിച്ച് വരുന്നത്. സിനിമയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ സമയത്തൊക്കെ കോപ്പി എടുത്ത് നിൽക്കുകയായിരുന്നു. ഒരു സ്കൂളിൽ പഠിക്കുന്ന +2 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അമ്പലപ്പുഴ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഞാനത് വിനയ് സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അമ്പലപ്പുഴ പോകുമ്പോൾ സാറിന്റെ വീടിന്റെ വാതിക്കെ ഒരു ബെൻസ് വൈറ്റ് കാറ് കാണും. ഞാൻ വിനയ് സാറിന്റെ പെങ്ങളുടെ വീടാണ്. അപ്പൊ എനിക്ക് പിന്നെ അറിയാവുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് വിനയ് സാറാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇൻഡിപെൻഡൻസും അങ്ങനെയുള്ള സിനിമയൊക്കെ B ക്ലാസ് ചെയ്യുന്നു. അപ്പൊ അളിയൻ ചെയ്യാന്ന് പറയുന്നു, സ്മിനി ചേച്ചി വിളിക്കുന്നു, സ്മിനി ചേച്ചി ചെയ്യാന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ആ സമയത്തേക്ക് ഷായി സാറ് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ആ സിനിമ സംഭവിച്ചു. അതിനുശേഷം കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് നല്ല രീതിയിൽ അങ്ങനെ പോയി എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നീട് ഞാൻ അബാ മൂവീസിൽ വർക്ക് ചെയ്തു, ഒമർ സാറിൻ്റെ കൂടെ, ഷീലു മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തു, എബ്രാം സാറിനോട് വർക്ക് ചെയ്തു. ആ ടീമിൽ ഒരു നല്ലൊരു വൈബില്, കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് സിനിമയാണ് എനിക്ക് വലുത്. അവിടുന്ന് ഞാൻ അവിടെ അസോസിയേറ്റ് ആവുകയോ അല്ലെങ്കിൽ ഡയറക്ടർ ആവുകയോ എന്നതിലുപരി എപ്പോഴും എനിക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കണം. ഇച്ചിരി വലിച്ചു നീട്ടുന്നൊന്നുമല്ല. ബിബി എനിക്ക് ഇടയ്ക്ക് ഉപദേശം തരാറുണ്ട്. ഉപദേശിച്ചേട്ടൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഞാനത് മാക്സിമം ഒന്ന് ചുരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ചിലപ്പം ഈ 1 ലൈൻ ചിലപ്പോൾ ഒരു തിരക്കഥയും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പം നിർത്താം. അപ്പം അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നീൽ സിനിമാസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നിലേക്ക് എത്തുകയാണ്. നീൽ സിനിമാസ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് എത്തുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. ആദ്യമായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഉപരി സ്ക്രിപ്റ്റ് കേൾക്കാൻ പറഞ്ഞു. ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് കേട്ടു. അതിനുശേഷം അതിനകത്ത് കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം വീണ്ടും മൂവ് ചെയ്തു. പിന്നീട് അതിന്റെ ഒരു ബേസ് ഞാൻ നിങ്ങളോട് എല്ലാവരും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഒരു സിനിമയിൽ ഇങ്ങനെയും സിനിമ ചെയ്യാം എന്ന ഒരു ആശയം നീൽ സിനിമാസ് ഇന്ന് മലയാള സിനിമയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ചേർന്നിട്ടാണ് ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ ടോട്ടൽ ഫണ്ട് കൃത്യമായിട്ട് എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ പരസ്പരം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഏതൊക്കെ ദിവസങ്ങളിലേക്ക് ഫണ്ട് എക്സ്പെൻസ് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ കോസ്റ്റ് 5 രൂപ മുടക്കുന്നതിന് 5 രൂപ കണക്ക് മാത്രമല്ല, അവന് പടത്തിന്റെ ഫുൾ കോസ്റ്റ് ഇപ്പം 3.5 കോടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ള കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാവരും അറിയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എഗ്രിമെന്റ് ഉണ്ട് ഇതിനകത്ത്. ഈ പറയുന്ന രീതിയിൽ ഒരു പരസ്പര വിശ്വാസം ഉണ്ടാവുന്നത് എഗ്രിമെന്റിലൂടെയാണ്. അല്ലാതെ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവർ ചില കഥകൾ പറയും ഈ നീൽ സിനിമാസിലുള്ള ആളുകൾ. ആ കഥയെ കേൾക്കുമ്പോൾ ഇങ്ങനെയും സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. കാര്യം ഫണ്ട് ഇറക്കുന്നു, എങ്ങോട്ടോ പോകുന്നു, പിന്നെ വേറെ വഴിക്ക് പോകുന്നു, അങ്ങനെ ഒരു സംഭവം. ഇത് അനുക്കുട്ടൻ എന്ന് പറയുന്ന പ്രൊജക്ട് ഡിസൈനർ നീൽ സിനിമാസ് ഉണ്ടാക്കിയത് അനുക്കുട്ടൻ എന്ന പ്രൊജക്ട് ഡിസൈനറാണ്. അദ്ദേഹത്തിന് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തിനോടുള്ള ഈ സിനിമയിലെ ഓരോ ഇൻവെസ്റ്റേഴ്സിനുള്ള വിശ്വാസം അത് കണ്ടിട്ട് എനിക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് ഓരോ പ്രൊഡ്യൂസേഴ്സും ചോദിക്കുന്നതിന്റെ ഡീറ്റെയിലിംഗ് ഈവൻ ഞാൻ ചോദിച്ചാൽ പോലും എനിക്കും അത് കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. അതിനുശേഷം എനിക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് മെൽബിൻ കുരിശിങ്കൽ എന്ന് പറഞ്ഞ എൻ്റെ ബാല്യകാല സുഹൃത്ത് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ക്ലാപ്പ് അടിച്ച് നടക്കുന്ന സമയത്ത് അവൻ ക്യാമറ പൊക്കിക്കൊണ്ട് നടന്ന ഒരു പയ്യനാണ്. അപ്പം ഞാനും അവൻ പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതിനുശേഷം രാഹുൽ കല്യാൺ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട റൈറ്റർ, അവൻ എത്ര സിനിമകൾക്ക് ഗോസ്റ്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് നിറഞ്ഞാലും അവൻ കണ്ണ് നിറയത്തില്ല. എന്നിട്ട് അവൻ ആദ്യമായിട്ട് പറഞ്ഞു, ഉപനിക ഈ സിനിമയിൽ രാഹുൽ കല്യാൺ എന്ന് എഴുതി കാണിക്കുമ്പോ ഒരുപാട് സന്തോഷത്തിലുപരി
ഇപ്പൊ ഞാൻ വിഷമിക്കണോ അതോ സന്തോഷിക്കണോ എന്ന് അവൻ ചോദിക്കുന്നത്. അവന്റെ ഉള്ളിൽ എന്തുമാത്രം നീറുന്നുണ്ടെന്ന് പല സിനിമകളിലും ഞാനും ഗോസ്റ്റ് റൈറ്ററായിട്ട് പോയിട്ട് എഴുതാനിരിക്കുമ്പോ, നമുക്ക് പേര് കിട്ടാതിരിക്കുമ്പോ ചില കാര്യങ്ങൾ ചെയ്തിട്ട് അറിയാലോ, ഇപ്പം ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാറുന്നതിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സിറ്റുവേഷണലി ചില ആർട്ടിസ്റ്റുകൾക്ക് പെട്ടെന്ന് ചാൻസ് പോകുന്നു, ചില റൈറ്റേഴ്സിന് എല്ലാം എഴുതി കഴിയുമ്പോൾ അവരുടെ പേര് മാറിപ്പോകുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സിനിമയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം അനുകൂടൻ ആദ്യം തന്നെ പറഞ്ഞു എഗ്രിമെന്റ് വിത്ത് പ്രൊഡക്ഷൻ കമ്പനി. ആ എഗ്രിമെന്റിലൂടെ തന്നെ ഈ സിനിമ ആദ്യമായി രാഹുൽ കല്യാണിന്റെ ഈ പേര് എന്നുവെച്ചാൽ അവൻ എന്നെ വിളിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ ഡയറക്ടർ പ്രൊഡ്യൂസർ രാഹുൽ കല്യാൺ അവിടെയായിരുന്നു ആദ്യം പോയത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പലരുടെയും പേര് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, പലരെയും ഫിക്സ് ചെയ്തോണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ്. ആ സൈഡിൽ പോയപ്പോ എന്റെ അടുത്ത് വന്ന് ഇച്ചിരി വലുതാക്കി വെക്കാൻ പറ്റുമോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ പടത്തിലും ബേബിയുടെ അടുത്തോടെ പേര് ഡയറക്ടർ പ്രൊഡ്യൂസർ റൈറ്റർ എന്ന് പറഞ്ഞ് ബേബി ചായന്റെ പേര് ഞാൻ വെച്ചു. കാരണം വെച്ചാൽ അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. എഴുത്തുകാരെയാണ് സിനിമയിലേക്ക് കൊണ്ടുവരേണ്ടത് ആദ്യം. ഏത് പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും നല്ലൊരു എഴുത്തുകാരനെ കൊണ്ടുവന്ന നല്ല സിനിമകൾ ഉണ്ടാക്കാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഫീൽ ഗുഡാണ് ചെയ്തത്, ഇപ്രാവശ്യം ഞങ്ങളൊരു കോമഡി ത്രില്ലറാണ് കൊണ്ടുവരുന്നത്. ബിബിയൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോറുണ്ടോ ഉണ്ടല്ലേ, സോറിടാ, അല്ല ബിബിയാണ് എനിക്കിത് ചെയ്യുന്നത്. താങ്ക് യു. ഞാൻ ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്ക് ബിബി എന്നെ മാറ്റി നിർത്തി പറഞ്ഞായിരുന്നു, ബിബി ചേട്ടാ സംസാരിക്കാൻ നീ വേറെ വഴിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എനിക്കെന്താ കുറെ സംസാരിക്കാനുണ്ട്. എനിക്കെന്താ ഇവനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ടാ അതിലേക്ക് വീണ്ടും വരാം. അപ്പൊ അവന്റെ പേര് അവിടെ വന്നപ്പോ ഉപരിക്ക് ഇച്ചിരി വലുത്. ഞാൻ പറഞ്ഞു ഇല്ലടാ, നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവരാം, കാരണം റൈറ്ററിന്റെ പേരാണ് ഏറ്റവും വലുതായിട്ട് വരേണ്ടത്, അതുകൊണ്ട് നിന്റെ പേര് അവിടെ തന്നെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചു. ഇത്രയും കാര്യങ്ങൾ സ്മിതി വന്നല്ലോ. അപ്പൊ ഇത്രയാണ് എനിക്ക്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ എന്തായാലും എന്റെ സ്വാഗത പ്രസംഗം ഞാൻ ഒറ്റ വാക്കിലേക്ക് നിർത്തിക്കോട്ടെ, അല്ലെ അതല്ല നല്ലത്. കാര്യം എനിക്ക് രാഹുലിനെ കുറിച്ച് പറയണമായിരുന്നു, നീൽ സിനിമാസിനെ കുറിച്ച് പറയണമായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പം ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരെ എടുത്തു നോക്കിയാലും അവർക്ക് പറയാനുണ്ടാകും. എനിവേസ് വളരെ സന്തോഷം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കാതലായിട്ടൊരു ചടങ്ങിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭദ്രദീപം തെളിയിക്കലാണ്. ഭദ്രദീപം തെളിയിക്കുന്നത് 2 കുരുന്നുകളുടെ നേതൃത്വത്തിലാണ്. പ്ലീസ് വെൽക്കം അമിതാഭ് സ്റ്റിൽജു ആൻഡ് ഗൗരി അനുകുട്ടൻ ഓൺ ടു ദി സ്റ്റേജ്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തിരി തെളിയിക്കുന്ന ചടങ്ങിനായിട്ട് പ്ലീസ് വെൽക്കം. എല്ലാ വിശിഷ്ട വ്യക്തികളും വേദിയിലേക്ക് തിരി തെളിയിക്കാനായിട്ട് ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ്. കുറച്ചുപേരും കൂടി ഉണ്ട്.
രാജീവ് സാറും വേലാർ സാറും കൂടെ ഒന്ന് വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ്. നിങ്ങളെ പോലെ ലെജൻസിന്റെയൊക്കെ സാന്നിധ്യം ആക്ച്വലി ശരിക്കും അനുഗ്രഹീതമാണെന്ന് തന്നെ പറയണം. അതുകൊണ്ട് പ്ലീസ് ഒന്ന് വേദിയിലേക്ക് ജോയിൻ ചെയ്യും. താങ്ക് യു സോ മച്ച് എവരിവൺ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹീതമായ സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. എല്ലാവർക്കും താഴേക്ക് ഇരിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ മൂവിയുടെ ടൈറ്റിൽ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡയറക്ടർ വിനയൻ സാറാണ് ടൈറ്റിൽ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ നിയോഗം എടുത്തിട്ടുള്ളത്. പ്ലീസ് എല്ലാവർക്കും താഴേക്ക് ഇരിക്കാം. ദിസ് ഇസ് ദ ടൈം ഫോർ ടൈറ്റിൽ ലോഞ്ച് ഓഫ് ദ മൂവി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ കഴിഞ്ഞ ചിത്രമായ 19-ാം നൂറ്റാണ്ടിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന എൻ്റെ നാട്ടുകാരനായ എനിക്കേറെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ് ഉബൈനി. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെറുതായി ചെവിക്ക് പിടിക്കുമായിരുന്നു. ഈ സിനിമ കയറിയിട്ട് സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് വട്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ മനുഷ്യൻ. അത് ഇന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് കറക്റ്റാണ്. കാരണം ഈ 19-ാം നൂറ്റാണ്ടിൽ ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ് 10, 500, 600 ആർട്ടിസ്റ്റ്, 10, 50 കുതിര ആർട്ടിസ്റ്റുകളെല്ലാം അതിനൊക്കെ പുറത്തിരുത്തി കറക്റ്റായിട്ട് ഒക്കെ റെഡിയാകുമ്പോഴാണ് ഞാൻ ഷോർട്ട് ആക്ഷൻ പറഞ്ഞത് തൊട്ടുമ്പോൾ ഒരാളെ കൈ പൊക്കിയിട്ട് സാർ 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 ആക്ഷൻ പറയില്ല എന്ന് നോക്കുമ്പോൾ സാറായി 9ാമത്തെ റോയിൽ നിൽക്കുന്ന പെൺകൊച്ചിൻ്റെ സാർ കണ്ടില്ല, എൻ്റെ ഷോൾഡറിൽ എന്തോ ഇരിപ്പുണ്ട്, ആ രീതിയിലുള്ള അല്ലെ കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. അത് കാണത്തില്ല. അല്ല അത് സാർ പ്രശ്നമാണ് സാർ. ഞാൻ പറയും. അപ്പം ഞാൻ മൈക്കിൽ കൂടി വിളിച്ച് പറയും, ആ 8ാമത്തെ റോയിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ തോളത്ത് എന്തുകൊണ്ട് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ആക്ഷൻ പറയും. എന്നാലേ പുള്ളിക്ക് സംതൃപ്തിയാകത്തുള്ളൂ. ആ ഒരു സംഭവം ഇന്നത്തെ പ്രസംഗത്തിൽ കണ്ടിരിക്കും. അങ്ങനെ നിങ്ങളൊക്കെ ഉബൈനിക്ക് നൽകിയ ഇന്ന് ഇവിടെ നൽകിയ ഈ സന്തോഷമുണ്ടല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് കൊടുത്ത ഈ ഒരു അനുഗ്രഹം അയാളുടെ പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴുണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ നന്മകളും നേരുന്നു. പുതിയ ഒത്തിരി ആൾക്കാർ വരട്ടെ. ഉബൈനി ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാളമായിട്ട് അതിൻ്റെ ഒത്തിരി അനുഭവമുള്ള ആളാണ് ഞാൻ. ഉബൈനിയെ പോലുള്ള ചെറുപ്പക്കാർക്ക് വീണ്ടും ആശംസകൾ നേരുന്നു. ഈ നിൽക്കുന്ന ഈ ക്യാമറയുമായിട്ടൊക്കെ ഓൺലൈനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ മനസ്സിൽ ഒരു ഫിലിം മേക്കറോ ആക്ടറോ ആണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു നിങ്ങളുടെ ഉദ്ദേശം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടൈറ്റിൽ ലോഞ്ച് നിർവഹിക്കും.
റൈറ്റർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ ഇവരെ 3 പേരെയുമാണ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. രാഹുൽ കല്യാൺ, റൈറ്റർ ടു നീൽ സിനിമാസ്, ടീം നീൽ സിനിമാസ് പ്രൊഡ്യൂസേഴ്സ് ആണ്, അവരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഡയറക്ടർ സർ ഉബൈനി സാറിനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. You guys, this is an emotional segment actually. ഇവരുടെ എല്ലാവരുടെയും പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഒഫീഷ്യൽ സെഗ്മെന്റ് ആണ് വേദിയിൽ നടക്കുന്നത്. Everybody give a big round of applause for this segment. വേദിയിൽ സ്ക്രിപ്റ്റ് കൈമാറുകയാണ് റൈറ്റർ കല്യാൺ, രാഹുൽ കല്യാൺ ടു പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ടീം നീൽ സിനിമാസിന്. And also producers team Neil Cinemas to director Ubaini Sarine script കൈമാറുന്നു. Thanks a lot everyone. അടുത്തതായിട്ട് വേദിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നത്. മറ്റാരുമല്ല, ഈ സിനിമയുടെ റൈറ്റർ ആയിട്ടുള്ള രാഹുൽ കല്യാൺ ആണ്. രാഹുൽ ചേട്ടനെ പറ്റി നമ്മൾ ആദ്യം മുതലേ ഒരുപാട് കേട്ടു. സോ അടുത്തതായിട്ട് രാഹുൽ ചേട്ടന് ഞങ്ങളോട് എന്താണ് പറയുന്നുള്ളതെന്നാണ് കേൾക്കാനുള്ളത്. ഓക്കെ, നമസ്കാരം. വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാര്, സദസ്സിലിരിക്കുന്ന ഗുരുക്കന്മാര്, ഈ ഫംഗ്ഷന് വേണ്ടി വന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ്. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വപ്നം കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടു. ഒരുപാട് തേപ്പുകൾ കിട്ടിയ ആളാണ് ഞാൻ. പക്ഷെ ഇനി തേക്കാൻ ഞാൻ നിന്ന് കൊടുക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. ഈ ഗോസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പേരിനകത്ത് ഒതുക്കിപ്പോയ ആളാണ് ഞാൻ. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് എൻ്റെതായ എഴുത്തുകളിലൂടെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിലാണ് ശുക്രൻ എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരുടെയും ജീവിതത്തിലൊരു മോശം സമയം ഉണ്ടാവും. ആ മോശം സമയം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു നല്ല സമയം വരും. അതിന് നമ്മൾ പറയുന്നത് ശുക്രൻ എന്ന് പറയും. എൻ്റെ ലൈഫിൽ മോശം സമയം കഴിഞ്ഞു, ശുക്രൻ ആരംഭിക്കുകയാണ് എന്ന ലെവലിലാണ് ഞാൻ ടൈറ്റിൽ ശുക്രൻ. അപ്പോൾ ഈ ശുക്രൻ എൻ്റെ ടീമിന്, അതായത് ഈ ഒരു നീൽ സിനിമാസ് എന്ന് പറഞ്ഞത് ഒരു കൂട്ടായ്മയ്ക്ക് അത് വന്ന ഒരു പ്രൊഡക്ഷനാണ്. എല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് എടുത്ത സമയത്ത് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ കുറച്ച് പ്രൊഡ്യൂസേഴ്സ്, അതെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. അവരോടെല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഇതിനൊരു അവസരം തന്നവരാണ്. അത് പേരെടുത്ത് പറയുന്നില്ല, സഞ്ജു ചേട്ടൻ, ഗിരീഷ് ചേട്ടൻ, ജീമ സാറ്, സിജുബായി, അങ്ങനെ ഓരോരുത്തരോടും, തമ്പുരാൻ സാറ്, എല്ലാവരോടും. അതിലുപരി ഈ കഥ ആദ്യം കേൾക്കുന്നത് വേറെ ഷൂട്ടിംഗ് സൈറ്റ് വെച്ചിട്ടാണ്. ഞാൻ ബിബിൻ ജോർജിനോട് ആദ്യമായിട്ട് ഈ കഥ പറയുന്നത്. ബിബിൻ ജോർജിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേൾക്കാമോ? കഥ കേട്ടപ്പോൾ ബിബിൻ പറഞ്ഞു, എവിടെ നമുക്കിത് ചെയ്യാം, നിങ്ങൾ ബാക്കി കാര്യം നമുക്ക് പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങിയത്. അങ്ങനെ അനിക്കുട്ടൻ ചേട്ടൻ ധ്രുവാണ്. നമ്മൾ ക്യാമറമാനോട്ട് എത്തുന്നു, മെൽബിൻ വഴി ഉബൈനോട്ട് എത്തുന്നു. ഉബൈനോട് ഞങ്ങൾ കഥ പറയുന്നു. ഉബൈനിക്ക് കഥ വർക്കായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് 4 ജോണറാണ് ഇത് കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ്. ഓരോ അരമണിക്കൂറിലും ജോണർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. 4 ജോണർ ചേഞ്ച് ചെയ്യുന്ന ഒരു കോമഡി ത്രില്ലറാണ് ഈ സബ്ജക്റ്റ് ശുക്രൻ. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇത്രയും നല്ലൊരു അവസരം എനിക്ക് തന്ന ദൈവത്തിനോടും ഗുരുക്കന്മാരോടും കൂടാതെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കൂടാതെ
ആർട്ടിസ്റ്റുകൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എല്ലാവരോടും ഒരിക്കലും കൂടി നന്ദി പറയുന്നു. കൂടുതൽ പറഞ്ഞാൽ ഇമോഷനാവും. നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന പരാതിയാണ്. എനിക്കറിയാം നിങ്ങളുടെ ആവേശവും ഇമോഷനും എല്ലാം എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും നന്നായി കാണാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ രണ്ട് സൈഡിലുള്ള ആൾക്കാർ കാരണം ബാക്കിൽ നിൽക്കുന്നവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സോ പ്ലീസ് ഒന്ന് സഹകരിക്കണം. ബാക്കിൽ നിൽക്കുന്നവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് അനങ്ങാൻ പറ്റുള്ളൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ബാക്കിലിരിക്കുന്നവർക്ക് ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ നിന്ന് തന്നെ ഒരാൾ വന്ന് പരാതി പറഞ്ഞതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഈ സിനിമയുടെ സ്വിച്ച് ഓൺ ആൻഡ് ക്ലാപ്പ് സെഗ്മെന്റിലേക്കാണ്. ശുക്രൻ തീർച്ചയായിട്ടും അതിന്റെ ശുക്രനിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിനായിട്ട് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ഷിലു അബ്രഹാം, ഷിലു മാമിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. ഇതിനൊപ്പം തന്നെ നമ്മൾ ക്ലാപ്പിംഗ് സെറമണി കൂടെ നടത്തുകയാണ്. സോ ക്ലാപ്പിങ്ങിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അത്രയേറെ ഇഷ്ടമുള്ള ഒരാൾ മുൻനിരയിൽ തന്നെ മഞ്ഞ കുപ്പായൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ എത്തിച്ചേർന്ന ആളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയേറെ ഇഷ്ടമുള്ള ടിനി ടോം. ടിനി ചേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം ടിനി ചേട്ടൻ ഓൺ ടു ദി സ്റ്റേജ് ഫോർ ദി ക്ലാപ്പ് സെഷൻ. ഷീല മാം പ്ലീസ് ഒരു 2 വാക്ക് സംസാരിച്ചിട്ട് വേദിയിൽ നിന്ന് പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നീൽ സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉബൈനി ഡയറക്റ്റ് ചെയ്യുന്ന, രാഹുൽ കല്യാൺ തിരക്കഥ ഒരുക്കുന്ന ശുക്രൻ എന്ന ചിത്രം ശുക്രനായി തന്നെ തീരട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയാസ്, ബാക്കി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക് യു സോ മച്ച് മാം. അടുത്തതായിട്ട് ഇത്രയും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളെ പിടിച്ച് കുലുക്കാൻ പോകുന്ന ശുക്രൻ മോയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ധർമ്മേട്ടനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ് വെൽക്കം ധർമ്മേട്ടൻ ഓൺ ടു ദി സ്റ്റേജ് ഫോർ ദി വിഷസ്.
എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള ഏറ്റവും പ്രിയങ്കരനായ വിനയ് സാറിനും ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ബെയിന് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക, പാൻറ് എടുത്ത് തേക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി കൊണ്ട് കഴിക്കുക, വൈകുന്നേരം നേരെ സിനിമയുടെ പൂജയ്ക്ക് വരിക. സിനിമയിൽ അഭിനയിക്കാനൊന്നും കളിക്കുന്നില്ല, അങ്ങനെ പൂജയ്ക്ക് പോവുക, കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എൻ്റെ പരിപാടി. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ ഇല്ലാണ്ട് സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് ഉബൈൻ. ഇല്ല ഞാൻ പറഞ്ഞേക്ക്, ഉബൈൻ ഇവിടെ ഇങ്ങനെ എന്നിട്ടാണ് പ്രസംഗിച്ചത്. ഉബൈനിക്ക് നിൽക്കക്കള്ളില്ല. അപ്പോൾ ഉബൈന് നല്ല സംവിധായകനാകും, നല്ല സിനിമ ചെയ്യുമെന്നൊക്കെ എനിക്ക് ഉബൈനിയുടെ ഉത്സാഹം കണ്ടപ്പോൾ പണ്ട് കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായാണ് എന്തെങ്കിലും സിനിമയിൽ വരും, സിനിമയോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായതാണ്. ഉബൈനയുടെ ഈ സിനിമയ്ക്കും ഉബൈനയുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ടെക്നീഷ്യനും ഈ സിനിമയ്ക്കും ശുക്രൻ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ടിനി ചേട്ടനെ വേദിയിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. സിനിമയുടെ രക്തബന്ധുക്കളെ, ഇന്ന് ഉബൈനിയുടെ ദിവസമാണ്. നമ്മൾ വേറൊന്നും തള്ളിയിട്ട് കാര്യമില്ല. ഉബൈനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ, 19ാമത്തെ നൂറ്റാണ്ടാണ്. അന്ന് മാറുമറക്കൽ സമരമൊക്കെ നടക്കുകയാണ്. വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഭടന്മാരെങ്കിലും നിൽപ്പുണ്ട്. അപ്പോൾ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്ത് വെക്കും, ചിലർ മാസ്ക് വെക്കും. പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരായിട്ട് കാണുന്നത് ചിലർക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പല്ലിലുള്ള കമ്പി ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഫ്രെയിമിന് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബൈനി. അന്ന് ഞാൻ ഉബൈനിയെ ശ്രദ്ധിച്ചതാണ്. പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞ് നാം കണ്ടിട്ടുള്ളത് സിനിമയിൽ സുഖസൗകര്യം ഒന്നായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബൈനിയെ ഞാൻ അവിടെ കാണുന്നു. അതിനുശേഷം ഞാൻ കാണുന്നത് ഷീലു എബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ്. അതിലെനിക്ക് വലിയ സ്പേസാണ് തന്നത്. അതിലും ഉബൈനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട്, അവിടെ ഒരു ഡയറക്ടറിന്റെ പവർ കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് എന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്, ഒരു കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ, എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത്. ഇത്രയും തള്ളിയ പോലെ ഉബൈനി ഇന്ന് ഉബൈനി പുണ്യാളനാവുന്ന ദിവസമാണ്. ഇങ്ങനൊരു ദിവസം നമുക്ക് കിട്ടില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഈ ക്ലാപ്പ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാർ, കാരണം നമ്മൾ മുൻനിരയിലാണ് ഇരിക്കുന്നതെങ്കിലും രാജീവ് ആലുങ്കലിനെ പോലത്തെ എഴുത്തുകാർ, വർമ്മ സാറിനെ പോലുള്ള എഴുത്തുകാർ, അവരൊക്കെ വേദിയിൽ ഇരുത്തേണ്ടതാണ്. പക്ഷേ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നു പറയുമ്പോൾ അവിടെ ഇരുന്നു. പിന്നെ എല്ലാവരും വിളിച്ച് മുന്നിലിരുത്തിയാൽ ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരിക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് ഒരു ബഹുമാനക്കുറവും കൊണ്ടല്ല, നമുക്ക് കിട്ടുന്ന സ്ഥലം അവിടെ വന്നിരുന്നുള്ള ഒരുപാട് പ്രഗത്ഭരാണ് ഇവിടെ ഉള്ളത്. എല്ലാം കഴിവുള്ള ആൾക്കാരാണ്, ആരെയും കുറച്ചായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ. ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നല്ല സമയം എന്നുള്ളത്, അറബിയിൽ പറയുന്ന താങ്ക്സ് എന്ന് പറയും. അപ്പൊ രണ്ടും
വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ്. ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ. പല തിയേറ്ററുകളിൽ ഇത്രയും പേര് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്രയും പേരുടെ സാന്നിധ്യം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം, നിങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നല്ലത് വരട്ടെ എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. നമുക്കൊരു റൈറ്റ് സൈഡിൽ ചെറിയൊരു കമന്റ് വന്നിരുന്നു. ബാക്കിലിരിക്കുന്ന ആൾക്കാരെ പ്ലീസ് നിങ്ങളൊന്ന് പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അവിടെ കുറച്ച് ഒച്ചപ്പാടും ബഹളമാണെന്നൊക്കെ കേൾക്കുന്നു. ഐ ഡോണ്ട് നോ, എനിക്ക് ഇവിടെ നിന്ന് അറിയില്ല, പക്ഷേ സൈഡിൽ നിന്ന് കമന്റ് വന്നു. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ഓൾ റൈറ്റ്. അപ്പോൾ അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ TS വിനീത് ഭട്ട്, റിനൗൺഡ് ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. പ്ലീസ് വെൽക്കം സാർ. Now officially welcome. Please welcome Haidar Ali sir onto the stage. സങ്കടം വന്നല്ലേ ഉബേനി? ഞാൻ ഉബേനിയെ കാണുന്നത്, ഉബേനി അസോസിയേറ്റ് ചെയ്ത എല്ലാ സിനിമയിലും അഭിനയിച്ചൊരു വ്യക്തിയാണ്. എല്ലാ സിനിമയിലും, ഉബേനി ഡയറക്റ്റ് ചെയ്ത സിനിമയിലും ഞാൻ നല്ലൊരു വേഷം ചെയ്ത ആളാണ്. ആ ഉബേനി ഒരു സംവിധായകൻ എന്ന നിലയിൽ, അതിനപ്പുറം ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ സിനിമ തുടക്കം മുതൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അതിലെനിക്ക് അഭിമാനമുള്ള എൻ്റെ നാട്ടുകാർ, തൊടുപുഴക്കാരാണ് എൻ്റെ പ്രൊഡ്യൂസർമാരെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. എൻ്റെ നാട്ടിൽ നിന്നും പ്രൊഡ്യൂസർമാർ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുക എന്നത് എൻ്റെ ഒരു കർത്തവ്യമാണ്. ഇവർക്ക് വേണ്ട എല്ലാ സഹായവും തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയിൽ ചെയ്തു കൊടുക്കുമെന്ന് ഉറപ്പ് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ടൈറ്റിൽ പോലെ വലിയൊരു ശുക്രനായി തീരട്ടെ ഈ സിനിമ. ഉബേനി ഒരു കാര്യം കൂടെ പറയുന്നു. ഉബേനി പ്ലീസ് ഒരു കാര്യം കൂടെ പറയുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് എനിക്കറിയില്ല. തൊടുപുഴക്കാരായ എൻ്റെ പ്രൊഡ്യൂസർമാരുടെ അടുത്തേക്കാണ് ഉബേനി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഏറ്റവും വിജയിപ്പിക്കേണ്ട ഒരു കടമ എനിക്ക് കൂടിയുള്ളതാണ്. ഫുൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഒരു വാക്കിൽ ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് സ്മിനോ സിജോ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ സാറിന് ഇത്രയും പുഷപ്പ് കൊടുത്തോണ്ട് സ്മിനു മാമിനെ ഞാൻ അറിഞ്ഞില്ല, മാം വന്നു. ഓൾ റൈറ്റ്, സ്മിനു മാമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒരു ആധികാരികമായിട്ട് അവിടുന്ന് കുറെ പേരുകൾ പറഞ്ഞു തരുന്നോണ്ടേ വെൽക്കം മാം. നിങ്ങൾ എന്നാണ് വിളിക്കുന്നത്? കൊര വരണോ? എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജ് പേടിയായിരുന്നു. എന്നെ പേടി മാറ്റി തന്നത് റാഹിൽ മകൻ കോര എന്ന മൂവിയാണ്. ഉബേനിയുടെ ഫസ്റ്റ് പടമായ റാഹിൽ മകൻ കോരയിൽ റാഹിൽ അമ്മയായിട്ട് അഭിനയിച്ചു. ആദ്യമായിട്ടാണ് എൻ്റെ പേരിൽ ഞാൻ അഭിനയിക്കുന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ പേരിലേക്ക് അഭിനയിക്കാൻ പറ്റി. ഒരുപാട് എന്താണ് നമ്മുടെ പടത്തിന് നമ്മൾ എന്താണ് പറയുക? വാടാ, അല്ലെങ്കിൽ അടുത്ത പരാതി പറയാനാ എന്നും വിളിച്ചെന്നെ വഴക്കുണ്ടാക്കുന്ന ധ്യാനോട്ടൻ്റെ കാര്യം പറഞ്ഞോണ്ട്. അപ്പം ഇത് റാഹേലമ്മയുടെ കോര. എന്നെ സിനിമയിൽ കെട്ടിയോളാണ്ട മാലാഹ, എന്നെ സിനിമയിൽ നിന്നും ഒരു നല്ലൊരു അഭിനന്ദനം കിട്ടിയത് ബിബിനാണ്. ഫസ്റ്റ് കെട്ടിയോളാണ്ട മാലാഹ കണ്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് വരുന്നൊരു കോള്, എൻ്റെ അഭിനയം നല്ലതായിരുന്നു, നല്ലതാണ്, എൻ്റെ വീട്ടിലെ ചേച്ചിയെ പോലെ ഇടക്കത്തെ ചേച്ചിയെ പോലെ കുഞ്ഞു കുറേ കൂട്ടുകാർ കൂടി വിളിച്ച്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയൊരു അംഗീകാരം എൻ്റെ കഴിവിന്. അത് തന്നത് എൻ്റെ ബിബിനാണ്, സ്മിനോപ്പാട് അല്ലേ. അപ്പം ഇനിയുമുണ്ട് ഒരുപാട് മക്കൾ, ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് മക്കളുണ്ട്. അപ്പം ബിബിൻ പ്രോട്ടോകോൾ പ്രകാരം കറക്റ്റാണ്? അതൊന്നുമില്ലല്ലേ? ഓക്കെ, എന്തായാലും വിനീൻ സാറുള്ളപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഈ പുറകിൽ സംസാരിക്കണവർക്ക് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ടാവോ? എനിക്ക് മനസ്സിലായി, കാരണം കുറെ പേര് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് ചെറിയ കാര്യത്തിൽ സംസാരിക്കുന്നത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നമ്മളിവിടെ വന്നത് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനാണല്ലോ, അതിന്റെ പേരിൽ നല്ലൊരു കയ്യടി പുറകിൽ നിന്ന് തന്നെ ആദ്യം വരണം. അതാണ്
നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്. കൈവക്കി അമ്മച്ചി. ആ, അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഭാര്യ മോളുണ്ട്. അത് എടുത്ത് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു. എന്തിനാണ് ഭാര്യ? ഓക്കെ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി വേദിയിൽ നിൽക്കുകയാണ്. വിനീൻ സാറ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രസംഗിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ താങ്ക് യു എന്നെ വിളിച്ചതിന്. വേറൊന്നുമല്ല, കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ വിനീൻ സാറിനോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ, പല രീതിയിൽ, പല വാക്കിൽ, പല സാഹചര്യങ്ങളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിനീൻ സാറിന്റെ പടങ്ങൾ കാണുമ്പോൾ വിനീൻ സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനീൻ സാർ. അതിനു മുമ്പ് കൈയടിക്കരുത്, നല്ല കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനീൻ സാറ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിൽ ഒരു ചെറിയ വേഷമെങ്കിലും തരുമെന്ന്. കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദിർഷിക്ക വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാറ് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് 19-ാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ്. പക്ഷെ എനിക്കന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കന്ന് പറ്റിയില്ല. ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത്. അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാറിന് അടുത്തത് 50 ദീപക്ക് തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ വിഷമം നമുക്ക് അങ്ങനെ തീർത്തേക്കാം സാറേ. ഉറപ്പായിട്ടും ഇവിടെ വെച്ച് തോർത്ത് വെച്ചിട്ട് പുതച്ച് ഉറപ്പിച്ചേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു സിനിമയാണ്, അതൊക്കെ എന്താണ് ചക്ക വീണ് മുയില് ചാവുന്ന പോലെ സംഭവിക്കും, പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്നെയും വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവർ, അന്ന് ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പൊ എൻ്റെ 10ാമത്തെ സിനിമയാണ് നായകനാണ്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത് ഞാനെൻ്റെ ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമയും ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിന്റെ പേരാണ്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ആ തിരക്കഥാകൃത്തിന്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത്, അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത്. അതിന് കൂടെ നിന്ന അനുക്കുട്ടനും ഉപേനി ചേട്ടനും പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ഇനി ഈ പടത്തിൽ തന്നെ മറ്റൊരു നായകനായിട്ടുള്ള ആൻസൺ ബോളിന് മൈക്ക് കൈമാറുന്നതാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു വിനീൻ സാർ. വിനീൻ സാറിനെ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ട് നേരിട്ട് കാണണം, വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ ഒരു വേദിയിൽ അത് സംഭവിച്ച ഒരുപാട് നന്ദിയായിട്ട് പറയുന്നു. ഞാൻ റാഹിൽ മകൻ കോര എന്ന് പറയുന്ന സിനിമ ഉബൈനയുടെ കൂടെ, ഉബൈനെ എനിക്ക് ക്യാമ്പറ തുടങ്ങി അറിയാവുന്നതാണ്, എൻ്റെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ റാഹിൽ മകൻ കോര വന്നു. എനിക്ക് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ, എന്നെ അങ്ങനെ ആരും കാണാത്തൊരു ക്യാരക്ടറിലോട്ട് എന്നെ കൊണ്ടു നിർത്തി. സോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ തിരിച്ചും ജോയിൻ ചെയ്തു. അപ്പോൾ ബീനി ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ ഷീല ചേച്ചി ആണെങ്കിലും ബിബിനാണെങ്കിലും ബിബിനൊക്കെ ആയിട്ട്
ഭയങ്കര ചങ്ക് പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. സെന്തിലും അതെ, അത് പിന്നെ പറയാം. അപ്പോൾ തിരിച്ചും അതേ ആൾക്കാരുടെ കൂടെ തിരിച്ചും ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ റാഹിലിമ്മ താങ്ക് യു ഫോർ കമ്മിങ്. പിന്നെ ഈ സിനിമയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എന്റെ അമ്മയാണോ അല്ലേ തല്ലി തീർക്കുന്നില്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകരുടെ കൂടെ അല്ലേ? അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു സുധീരേട്ടാ. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് സുധീർ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. സാധാരണ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പം ആദ്യം ഡ്രാക്കുള എന്നാണ് പേര് പറയുന്നത്. ഡ്രാക്കുള സുധീർ എന്നാണ് വിളിക്കുന്നത്. എന്നെന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വിനയ സാർ ഇരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം. എന്നെ മലയാള സിനിമയിലെ ഡ്രാക്കുള ആക്കിയ ആളാണ് വിനയ സാർ. കാരണം ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞിരുന്നു, എടാ നിന്നെ ഒരിക്കല് ഡ്രാക്കുള സുധീർ എന്നറിയപ്പെടുമ്പോൾ ഞാൻ ബോസ് അറിയുന്നത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് സാറിന്റെ വാക്കുകൾ ഉണ്ടായി. ഇന്ന് എല്ലാവരും തന്നെ എല്ലാ പോസ്റ്ററിലും എല്ലാം വരുന്നത് ഡ്രാക്കുള സുധീറിന് അടിച്ചു വരുന്നു. ഏതായാലും ഒത്തിരി സന്തോഷം സാർ. എന്നാൽ സാറിന് മുമ്പിൽ സംസാരിക്കാൻ തന്നെ വലിയ പേടിയാണ്. ഏതായാലും ഒത്തിരി സന്തോഷം. ഇവിടെ ഒബേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ശ്വാസത്തിലും ഒക്കെ സിനിമയാണ്. സാറ് പറഞ്ഞ പോലെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന കഴിഞ്ഞ സിനിമയിൽ ബാഡ് ബോയ്സിൽ സത്യം പറഞ്ഞാൽ ഒബേനി എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പോൾ ഒരിക്കലും ഒമർ ബായിക്ക് ഇത്ര സ്ട്രെയിൻ ഇല്ല. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ആ സിനിമയ്ക്ക് വേണ്ടി ബാഡ് ബോയ്സിൽ കഷ്ടപ്പെട്ടത്. ഇത്ര ദിവസം ഉറക്കവും ഒന്നും ഇല്ലാതെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ. ശുക്രൻ അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന എന്താ പറയുക രാഹുലിനും എല്ലാവരും ഒത്തിരി സന്തോഷം. ഈ സിനിമ വരട്ടെ, വൻ വിജയമായ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് അഭിലാഷ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. പ്ലീസ് വെൽക്കം. നിങ്ങൾ ഇച്ചിരി ബഹുമാനം കൂടുതലുള്ള ആൾക്കാരാണപ്പാ. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് പുതിയൊരു സിനിമയുടെ അനൗൺസ്മെന്റ്. പിന്നെ ബിബിൻ നമ്മുടെ ചങ്കൻ എല്ലാം ഉണ്ട് അടുത്ത സിനിമയിൽ. വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പം വിനയൻ സാറിന്റെ മുന്നിൽ നിന്ന് സിനിമ റിലീസായതിനു ശേഷം ഒരു വേദി ഇടുന്ന ഇപ്പോഴാണ്. ഇതുപോലൊരു മോനെ തന്നതിന് താങ്ക്സ് കേട്ടോ. ഡയറക്ടറായിട്ട് നല്ല പണിയെടുപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫുൾ ഈ ടീമിന്, ക്രൂവിന് ഓൾ ദി ബെസ്റ്റ്. വലിയ ഹിറ്റാണ് ബിബിനെ. അടുത്ത പടം നമ്മൾ ഒന്നിച്ചു പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് ആശംസകൾ പറയുന്നതിനായിട്ട് പ്ലീസ് വെൽക്കം ശിവാനന്ദ് KC, പ്രൊഡ്യൂസർ. And also Mahesh Devu and Devendra Selvam. 3 പേരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. Good evening all of you. Sorry for that, I'm not able to speak Malayalam. Ubayn, actually the director, recently introduced to me. The way he is approaching, really, he is very impressive. Recently actually he is introduced to me. I came from Mysore. Myself, I am a producer, director, small director. And I have my own outdoor unit, camera unit, everything for productions. So, Ubayn really within short time is very close to me. See, for what extent is close to me means, since morning I started my journey from Mysore. I came here to attend this program. Really, I am very much thankful to you all, so that I am standing before you. You have given a chance to me. That is standing before you all people. And really, after COVID, I think
So the activities in film field is little bit lower, is decreasing. But we all people should not leave it like that. We should uplift the activities in industry. Lot of people are depending on the industry for their livelihoods, earnings, everything. We should not leave as it is the situation. We should uplift the industry. For that, we should all keep cooperation, coordination and communication. If we all people will keep these three, definitely the industry will develop. The industry will definitely go for a top level. So that hereby I am requesting you all people to support the film industry, so that is to build up the industry. And meanwhile, Ubain and team, they are doing their best effort to produce this program, produce this project, so that all the best to producers, director, technicians,